ഹലോ ഫ്രണ്ട്സ്, ആദ്യം തന്നെ എല്ലാവർക്കും ഒരുപാട് സന്തോഷത്തോടെ സ്നേഹത്തോടെ ഒരു റമദാൻ കരം. മിയയുടെ ഇഫ്താർ പാർട്ടിക്ക് ശേഷം പോയ പ്രോഗ്രാംസിൻ്റെ ഒന്നും തന്നെ വീഡിയോസോ ഫോട്ടോസോ ഷൂട്ട് ചെയ്യാനോ എടുക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സൗദി അറേബ്യയിൽ വന്ന് ഈ 5 വർഷത്തെ പ്രവാസ ജീവിതത്തിൽ നിങ്ങൾ പുതുതായി എന്ത് എക്സ്പീരിയൻസ് ചെയ്തു, അല്ലെങ്കിൽ ഒരു പ്രവാസിയായ ശേഷം നിനക്ക് കിട്ടിയ ഒരു പ്രത്യേക അനുഭവം എന്താണ്, ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് ചോദിച്ചാൽ എനിക്കിങ്ങനെ കണ്ണും പൂട്ടി തന്നെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഇഫ്താർ ഇൻവിറ്റേഷൻസ് എന്ന് പറയുന്നത്. ശരിക്കും അവിടെ വന്ന് നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴേ ഒരു ഹിന്ദു ആയിട്ടുള്ള ഒരാളിന് ഇതൊരു ശരിക്കും ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. നമ്മളൊരു നോമ്പ് തുറക്കുന്ന ആ ഒരു മൊമെൻറ്റും എല്ലാവരും കൂടെ ഇരുന്ന് ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് നാഷണാലിറ്റീസ് ആയിരിക്കും. അവരെല്ലാവരും ഒരുമിച്ചിരിക്കുന്നു, ഒരുമിച്ച് ഫുഡ് ഷെയർ ചെയ്യുന്നു, അവർ തമ്മിലുള്ള ഒരു യൂണിറ്റി, ആ പ്രെയർ സമയത്തെ അവരുടെ ആ ഒരു ഒരു സ്പിരിച്വാലിറ്റി, ഇതൊക്കെ നമ്മൾ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഗൈസ്, ഇനി പറയാനുള്ളത് നോൺ മുസ്ലിംസിനോടാണ്. എസ്പെഷ്യലി ഇതുവരെയായിട്ടും ഇങ്ങനെ ഒരു ചടങ്ങ് അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ പോയിട്ടുള്ള ആളുകളോട്, നമുക്ക് ഇങ്ങനൊരു അവസരം വന്നിട്ടുണ്ടല്ലോ, തീർച്ചയായിട്ടും പോയി ഒന്ന് അറ്റൻഡ് ചെയ്യണം. എന്താണ് ഇവരവിടെ ചെയ്യുന്നത്, എന്തുവാണ് അവിടുത്തെ ഒരു ചടങ്ങ്, എങ്ങനെയാണ് ഇത്രയും ഒരു ഡിവൈനായിട്ടുള്ള ഒരു ഫംഗ്ഷൻ അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്, അവരുടെ പ്രാർത്ഥന, അവരുടെ പ്രേയേഴ്സ്, അതൊക്കെ ഒന്ന് കാണേണ്ട കാര്യം തന്നെയാണ് ശരിക്കും. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലും വെറുതെ നമ്മൾ ഈ ഇൻസ്റ്റഗ്രാം തോണ്ടിയിരിക്കുമ്പോഴൊക്കെ കാണാമല്ലോ, നമുക്ക് ചുമ്മാ പരസ്പരം ആളുകളെ തമ്മിൽ തല്ലുപിടിപ്പിക്കാനായിട്ട് ഒരു പണിയില്ലാത്ത കുറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ളവന്മാരെയൊക്കെ ആദ്യം കൊണ്ടുപോയി ഈ വക കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കണം. ഇവിടെയൊക്കെ വരുമ്പോഴാണ് ഡിഫറെൻറ്റ് റിലീജിയൻസ് തമ്മിലുള്ള ഒരു സ്നേഹവും ബന്ധമൊക്കെ ഫീൽ ചെയ്യുന്നത്.